എന്ന ചോദ്യമല്ലേ ആളുകൾ ചോദിക്കുന്നേ. ഇതിനകത്ത് നിങ്ങൾ കുർബാന ചൊല്ലിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? എന്താണ് അപ്പോസ്തലനായ പൗലോസ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അറിയോ? നമുക്ക് എടുത്ത് വായിക്കാം. കൊറിന്തോസ് ലേഖനത്തിന്റെ 1-ാം അധ്യായം 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. 1 കൊറിന്തോസ് 11:26. 1 കൊറിന്തോസ് 11:26 എടുത്തേ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം നിർത്തിക്കേ ഇങ്ങോട്ട് നോക്കി. അതായത് നിങ്ങൾ ഈ അപ്പം, ഇന്ന് രാവിലെ നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് കൂടിയെങ്കിൽ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഈ അപ്പം സ്വീകരിക്കുകയും ഈ തിരുരക്തം പാനം ചെയ്യുകയും ചെയ്തപ്പോൾ അത് ഒരു പ്രവൃത്തിയല്ല, ഒരു ആക്ട് അല്ല, ഒരു റിച്വൽ അല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം വായിച്ച് കർത്താവിന്റെ മരണം, അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന വിശ്വാസ പ്രഖ്യാപനമാണെന്ന്.